ഓക്കെ, വെൽക്കം ബാക്ക് ടു റിജു ആൻഡ് PSK ടെലി ക്ലാസ്സസ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ടോപ്പിക്കിനെ പറ്റിയാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ പോയിൻ്റ് ഫൈനൽ പോയിൻ്റ് ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എപ്പോഴാണ് ഈക്വൽ ആവുക? ഡയറക്ഷൻ മാറാതെ സ്ട്രെയിറ്റ് ലൈനിലൂടെ ട്രാവൽ ചെയ്താൽ രണ്ടും ഈക്വൽ ആണ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറവും ഡിസ്റ്റൻസ് കൂടുതലും ആവും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ്. പിന്നെ ചിലപ്പോൾ ഡയറക്ഷൻ മാറാതെ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ മൂവ് ചെയ്താൽ രണ്ടും ഈക്വലും ആണ്. പിന്നെ ഇനീഷ്യൽ പോയിൻറ്റ് ഫൈനൽ പോയിൻറ്റ് ഒന്നായാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. പിന്നെ സഞ്ചരിക്കും തോറും ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഡിസ്റ്റൻസ് നെവർ ഡിക്രീസസ് വിത്ത് ടൈം കഴിയുന്തോറും ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പിന്നെ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും പോസിറ്റീവാണ് അല്ലേ, എല്ലായ്പ്പോഴും പോസിറ്റീവാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് പറഞ്ഞു. ഡിസ്റ്റൻസ് സ്കേലാറാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്ററാണ്. വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എന്താ പറഞ്ഞത്? ഇത് പോസിറ്റീവ് ആവാം എന്ന് വെച്ചാൽ ഇതിന് ഡയറക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് എക്സ് ആക്സിസിലേക്കാണെങ്കിൽ ഇത് പോസിറ്റീവാണ്, നെഗറ്റീവ് എക്സ് ആക്സിസിലേക്കാണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കണം. ആ നെഗറ്റീവിൻ്റെ അർത്ഥം എന്താണ് പറഞ്ഞത്? ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആ ഡയറക്ഷൻ മാറി എന്ന് കാണിക്കുന്ന ആ ഫാക്ടറാണ് നെഗറ്റീവ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ വരഞ്ഞതിൻ്റെ അർത്ഥം ഡിസ്പ്ലേസ്മെൻറ്റ് ചിലപ്പോൾ നെഗറ്റീവ് ആവൂലേ, നെഗറ്റീവ് ആവുമല്ലോ. ഇതെല്ലാം ഇപ്പോഴും പോസിറ്റീവ് അല്ലേ. അപ്പോൾ നെഗറ്റീവ് ബൈ പോസിറ്റീവ് എന്താവും? നെഗറ്റീവ് ആവും. അത് ഇങ്ങനെ എടുത്താൽ അർത്ഥം നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല. ഇത് എന്താണ് കിട്ടുക എന്ന് നോക്കിയാൽ മതി. ചില സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഈക്വൽ അല്ലേ. ഇത് 10 മീറ്റർ ആണ്, ഇത് 10 മീറ്റർ അങ്ങനെ പറഞ്ഞല്ലോ. ചിലപ്പോൾ ഇത് ഈക്വൽ ആവുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ബൈ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ് കിട്ടുക 1 ആണ് അല്ലേ, രണ്ട് ഈക്വൽ ആയാൽ. പിന്നെ പറഞ്ഞെന്താണ്? മിക്കവാറും സമയത്ത് കുറവാരാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കുറവും ഡിസ്റ്റൻസ് കൂടുതൽ. അപ്പോൾ ഒരു ചെറിയ സംഖ്യ ബൈ വലിയ സംഖ്യ, ആ രൂപത്തിലല്ലേ വരിക. ഇപ്പോൾ ന്യൂമറേറ്റർ കുറവാണ്, അങ്ങനെ വരിക. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, കണ്ടുപിടിച്ച് നോക്കിയാൽ അത് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ ചിലപ്പോൾ 1 കിട്ടാം, അല്ലെങ്കിൽ എന്ത് കിട്ടാം? ലെസ് ദാൻ 1 കിട്ടാം. അപ്പം ലെസ് ദാൻ 1 ആവാം, അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആവാം. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഈ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസുമായി റിലേറ്റഡ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. എ ബോഡി മൂവ്സ് 6 മീറ്റർ ടുവേർഡ്സ് നോർത്ത്, ദെൻ 8 മീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. ആദ്യം 6 മീറ്റർ നോർത്തിലേക്ക് പോയി, പിന്നെ 8 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണ് ഡിസ്റ്റൻസും കാണണം, ഡിസ്പ്ലേസ്മെൻറ്റും കാണണം. നമ്മളിപ്പോൾ ബോർഡിൽ വരക്കുകയാണെങ്കിൽ നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതല്ലേ. ആദ്യം എന്താ സംഭവിച്ചത്? 6 മീറ്റർ നോർത്തിലേക്ക് ദെൻ 8 മീറ്റർ ഈസ്റ്റിലേക്ക്. 8 മീറ്റർ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. 8 മീറ്റർ ഈസ്റ്റിലേക്ക്, ഈസ്റ്റ് സൈഡിലേക്ക് നോക്ക്. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് ഈസ്റ്റ് രണ്ട് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ, നോർത്ത് ഈസ്റ്റ്. അപ്പോൾ നോർത്തിലേക്ക് പിന്നെ ഈസ്റ്റിലേക്ക്. ഡിസ്റ്റൻസ് കാണാൻ എളുപ്പമാണ് അല്ലേ, ഡിസ്റ്റൻസ് കാണാൻ ഒന്നുമില്ലല്ലോ, പാത്ത് ലെങ്ത് അല്ലേ, പാത്തിൻ്റെ ലെങ്ത്ത് രണ്ടും ആഡ് ചെയ്താൽ മതി. 14 മീറ്റർ കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ എന്താ വേണ്ടത്? ഇനീഷ്യൽ പോയിൻ്റ് വേണം, ഫൈനൽ പോയിൻ്റ് വേണം. ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് വരിക? ഇത് 6ഉം ഇത് 8ഉം ആയാൽ ഇത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ടല്ലേ വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് √6² + 8² വരും. ഇത് √100 വരും അല്ലേ.
√100 വരും, രണ്ട് ആഡ് ചെയ്താൽ. അപ്പോൾ √100 10 മീറ്റർ വരും, 10 മീറ്റർ. ഇനി ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇനീഷ്യൽ പോയിന്റ് ടു ഫൈനൽ പോയിന്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണല്ലോ. അങ്ങനെയാണ് അതിന് ഡയറക്ഷൻ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇവിടെ നിങ്ങൾ എങ്ങനെ പറയും? ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, ഇത് നോർത്ത്, ഇത് ഈസ്റ്റിലേക്ക്. അപ്പം നോർത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും ഇടയിലൂടെയല്ലേ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് എന്ന് പറയാം. നോർത്ത് ഈസ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലൂടെയാണ് വരിക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 10 മീറ്റർ നോർത്ത് ഈസ്റ്റ്. ഓക്കെ, ദെൻ വൺ മോർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, എ ബോഡി മൂവ്സ് 6 മീറ്റർ നോർത്ത്, 8 മീറ്റർ ഈസ്റ്റ്, 8 മീറ്റർ ഈസ്റ്റ്, ആൻഡ് ദെൻ 10 മീറ്റർ വെർട്ടിക്കലി അപ്വേർഡ്. 10 മീറ്റർ വെർട്ടിക്കലി അപ്വേർഡ്. 10 meter vertically upward. What is the displacement? Yes, again here 6 meter to north. Okay, then 8 meter east. 8 meter east. East here. 8 meter east. Okay. Then 10 meter vertically upward. 10 meter vertically upward എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ? വെർട്ടിക്കലി അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണോ കൊടുക്കുക? അല്ല. 10 meter vertically upward എന്ന് പറയുമ്പോൾ 10 meter vertically ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് നോർത്ത്, ഇത് ഈസ്റ്റ് വിചാരിക്കും. നോർത്ത് ആദ്യം നോർത്തിലേക്ക് പോയി, പിന്നെ ഈസ്റ്റിലേക്ക് പോയി. വെർട്ടിക്കലി അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് മുകളിലേക്കാണ്. അത് നമ്മളിപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വെർട്ടിക്കൽ അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്കാണ്. നമ്മൾ ഈ പിക്ചർ വരക്കുന്ന ബോർഡിലാണ്. ഇപ്പോൾ ഗ്രൗണ്ടിൽ വരക്കൂ, നിങ്ങൾ നോർത്തിലേക്ക് വരച്ചു, ഈസ്റ്റിലേക്ക് വരച്ചു. ഗ്രൗണ്ടിലാണ് വരക്കുന്നത്. നോർത്തിലേക്ക് വരച്ചു, ഈസ്റ്റിലേക്ക് വരച്ചു. അപ്പോൾ ഗ്രൗണ്ടായിട്ട് നിങ്ങൾ ബോർഡ് വിചാരിക്കൂ. നോർത്ത് വരച്ചു, ഈസ്റ്റ് വരച്ചു, പിന്നെ അപ്വേർഡ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക്. അതുപോലെ ഈ ബോർഡാണ് ഗ്രൗണ്ട്. നോർത്ത് വരച്ചു, ഈസ്റ്റ് വരച്ചു. അപ്വേർഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ വരിക ബോർഡിൽ നിന്ന് പുറത്തേക്കാണ് വരിക. വെർട്ടിക്കലി അപ്വേർഡ് ഇങ്ങോട്ടേക്കാണ് വരിക. അപ്വേർഡ് നമ്മൾ ബോർഡിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ വിചാരിക്കും. അപ്പോൾ അപ്വേർഡ് എന്ന് പറയുമ്പോൾ ബോർഡിൽ നിന്ന് മുകളിലേക്കാണ്. ബോർഡിൽ നിന്ന് മുകളിലേക്ക് എത്ര മീറ്റർ? 10 മീറ്റർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചത്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഏതാ വരികയാണ്? ഇതാണ് നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ. ഇതാണ്. ഫൈനൽ പൊസിഷനോ ഇതല്ലല്ലോ. ഇതിന് ശേഷം 10 മീറ്റർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, 10 മീറ്റർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 10 മീറ്റർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10 മീറ്റർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഫൈനൽ പൊസിഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഇനീഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെ ഇതാണ്. ഇവിടെ മുതൽ ഇവിടെ വരെ സ്പേസിലേക്ക് ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു കാര്യം ചെയ്യാം. ആദ്യം ഇത് 6ഉം ഇത് 8ഉം ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതേ സംഭവം, നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ സംഭവം. ഇത് 6ഉം ഇത് 8ഉം ആണെങ്കിൽ ഇത് എത്രയായിരുന്നു കിട്ടിയത്? 10 മീറ്റർ നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടി. 6ഉം 8 ആകുമ്പോൾ ഇത് 10 കിട്ടും. ഇനി നിങ്ങൾ നോക്കൂ, ഈ 10ഉം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10 ഉണ്ട്, ഇങ്ങനെയുണ്ട്. 10 മീറ്റർ ഇങ്ങോട്ടേക്കുണ്ട്. റെഡി അല്ലേ? നിങ്ങൾ ഈ 10 മീറ്ററും ഈ 10 മീറ്റർ ഉള്ളത് ബോർഡിൻ്റെ മുകളിലാണ് അല്ലേ? ബോർഡിൻ്റെ മുകളിലാണ്. പിന്നെ ഒരു 10 മീറ്റർ ബോർഡിൽ നിന്ന് പുറത്തേക്കുണ്ട്. ഏതായിരുന്നു നമ്മളെ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇനീഷ്യൽ പോയിന്റ് ഇവിടെയാണ്, ഫൈനൽ പോയിന്റ് ഇവിടെയാണ്. 10 മീറ്റർ ഇങ്ങോട്ടേക്ക് വന്നാൽ ഫൈനൽ പോയിന്റ് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം വെറുതെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഈ സംഭവം കണ്ടുപിടിച്ചു. ഇത് കൂടാതെ ഇങ്ങോട്ടേക്ക് ഒരു 10 മീറ്റർ കൂടിയുണ്ട്, ബോർഡിൽ നിന്ന് പുറത്തേക്ക് ഒരു 10 മീറ്റർ കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 10 മീറ്റർ ഉള്ളത് ബോർഡിലാണ്, പിന്നീട് ഒരു 10 മീറ്റർ പുറമേക്കുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു 10 മീറ്റർ ബോർഡിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ഒരു 10 മീറ്റർ ഇങ്ങനെയാണുള്ളത്. ഇതുള്ളത് ബോർഡിലാണ്. ഇത് ബോർഡിന് പെർപെൻഡിക്കുലറാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിങ്ങനെ പുറത്തേക്ക് എടുത്താൽ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും.
ഈ 10ഉം ഈ 10ഉം ഒന്നിങ്ങനെ ഒന്നിങ്ങനെ പുറത്തേക്ക് എടുത്താൽ രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഇത് രണ്ടും അല്ലേ ഉള്ളത്, ഇങ്ങനെയല്ലേ ഉള്ളത്. നമ്മൾ ഇനീഷ്യൽ പോയിൻ്റ് ഇതാണ്, ഫൈനൽ പോയിൻ്റ് ഇതാണ്. ഇനീഷ്യൽ പോയിൻ്റിൽ നിന്ന് ഫൈനൽ പോയിൻറ്റിലേക്കാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇതും 10 ഇതും 10. അപ്പോൾ ഇത് എത്രയാണ് വരിക? റൂട്ട് ഓഫ് 10 വരുമ്പോൾ റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ വരും. അപ്പോൾ ഫൈനൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരിക റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ വരും. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് 10√2 എന്ന് കിട്ടും. 10√2 മീറ്റർ കിട്ടും. 10√2 മീറ്റർ അങ്ങനെയാണ് വരിക. ഓക്കെ, അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മൂവ്സ് എലോങ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഒരു സർക്കുലാർ പാത്തിൽ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ. സ്റ്റാർട്ട് ഫ്രം എ, ഈ പോയിൻ്റാണ് എ. ഈ പോയിൻ്റാണ് എ. ദിസ് പോയിന്റ് ഈസ് എ. സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് എ ആൻഡ് മൂവ്സ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എയിൽ നിന്ന് തുടങ്ങി ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അതാ ഏരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ, ക്ലോക്ക് വൈസ് തിരിച്ചങ്ങോട്ട്. ഇറ്റ് മൂവ്. അപ്പോൾ എയിൽ നിന്ന് തുടങ്ങിയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരികയാണ്. പാർട്ടിക്കിൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്, സർക്കുലാർ പാത്തിൽ മൂവ് ചെയ്യുകയാണ്. കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസും കാണണം, ഡിസ്പ്ലേസ്മെൻറ്റും കാണണം. ഫ്രം എ ടു ബി. ഫ്രം എ ടു ബി, എ മുതൽ ബി വരെയുള്ള, എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും വേണം, ഡിസ്പ്ലേസ്മെൻറ്റും വേണം. എ മുതൽ ബി വരെ എന്താ ചെയ്യുക? ഇതിൻ്റെ റേഡിയസ് 6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ സർക്കിൾ വരക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസും വേണം, ഡിസ്പ്ലേസ്മെൻറ്റും വേണം അല്ലേ? അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെയാണ് വന്നതും. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഏതായിരിക്കും? ഡിസ്റ്റൻസിൻ്റെ ഡെഫിനിഷൻ എന്നാ പാത്തിൻ്റെ ലെങ്ത്ത്. ഇത് വന്ന പാത്ത് ഏതാണ്? എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ വന്ന ഇതാണ് പാത്ത്. ഇതിൻ്റെ ലെങ്ത്താണ് ഡിസ്റ്റൻസ്. ഈ കർവ്ഡ് ആയിട്ടുള്ള വളഞ്ഞിട്ടുള്ള ഇതിൻ്റെ ലെങ്ത്താണ് ഡിസ്റ്റൻസ്, പാത്തിൻ്റെ ലെങ്ത്ത്. ഡിസ്പ്ലേസ്മെൻറ്റോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇവർ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ എ എന്ന് ബിയിലേക്ക് വരച്ചാൽ ഈ സാധനമാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള. ഈ കർവ് ഇങ്ങനെയുള്ള സംഭവമാണ്, ഇതാണ് പാത്ത്, വന്ന പാത്ത്. ഇതാണ് ഇതിൻ്റെ ലെങ്ത്താണ് ഡിസ്റ്റൻസ്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്താ ചെയ്യുക? ഈ ഡിസ്റ്റൻസ് നമുക്ക് കാണാം. ഒരു സർക്കിളിൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ തിരിച്ച് ഇവിടത്തേക്ക് തന്നെ എടുത്താൽ ഇതിൻ്റെ സർക്കംഫറൻസ് ഇത് മൊത്തം നമുക്കറിയാത്തില്ല 2πr ആണ് അല്ലേ? അപ്പോൾ ഇത് ടോട്ടൽ 2πr ആണ്. ഇവിടെ മുതൽ ഇവിടെ വരെ വരിക ടോട്ടൽ 2πr, ഇതിൻ്റെ ലെങ്ത്ത് 2πr. ഇത് മുതൽ ഇതുവരെ വരിക അതിൻ്റെ പകുതി πr വരും. πr 2πr, ഇത് πr, അതിൻ്റെയും പകുതിയാണ് ഇത് അല്ലേ? πrൻ്റെ പകുതി. അപ്പോൾ ഇത് πr/2 ആയിരിക്കും. ഈ സംഭവം πr/2. സോ ഡിസ്റ്റൻസ് ഈസ് πr/2 വരും. ഓക്കെ, നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? ഇതാണല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ സംഭവമാണല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇത് 6 ആണ്, റേഡിയസ് ആണ്. ഇതും 6 ആണ് റേഡിയസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വരും? റൂട്ട് ഓഫ് r² പ്ലസ് r² വരും. റൂട്ട് ഓഫ് r² പ്ലസ് r². ഇത് ചെയ്താൽ നിങ്ങൾക്ക് r√2 എന്ന് കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് r√2 കിട്ടും, ഡിസ്റ്റൻസ് കിട്ടുക πr/2. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫ്രം എ ടു സി ആണ്. ഫ്രം എ ടു സി. എ ടു സി. എ ടു സി. അപ്പോൾ എ ടു സി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുന്നു. എൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ വരുന്ന പോയിൻ്റാണ് സി. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് ആലോചിക്കൂ. ഏതാണ് ഡിസ്റ്റൻസ് വരിക? വന്ന പാത്തിൻ്റെ ലെങ്ത് അല്ലേ ഡിസ്റ്റൻസ്. അപ്പോൾ പാത്തിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എ മുതൽ സി വരെ ഇത് ഈ കർവ്ഡ് ആയിട്ടുള്ള ഇവിടെ വരെ ഈ ലെങ്ത്താണ്. ഇതാണ് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റോ?
ഇവർ നമ്മളെ ഷോർട്ട് എ മുതൽ സി വരെയുള്ള എയിൽ നിന്ന് സിയിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഇതാണ് ഡിസ്റ്റൻസ്, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, ആ രൂപത്തിൽ വരും. ഇതെത്രയാണ് വരിക? ടോട്ടൽ 2πr, അതിൻ്റെ പകുതി ഇത് πr വരും. അപ്പോൾ സോ ഡിസ്റ്റൻസ് πr, ഡിസ്റ്റൻസ് πr. ഡിസ്പ്ലേസ്മെൻറ്റോ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരും? ഇവിടെ ഇത് r അല്ലേ, ഡയമീറ്റർ അല്ലേ വരിക, അപ്പോൾ 2r വരും. അപ്പോൾ ഡിസ്റ്റൻസ് πr, ഡിസ്പ്ലേസ്മെൻറ്റ് 2r. ഓക്കെ, നെക്സ്റ്റ് ഫ്രം എ ടു ഡി. എ ടു ഡി എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഡയറക്ഷനിലാണ് വരുന്നത്. എ ടു ഡി ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എ, ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്. ഈ രൂപത്തിലാണ് പിക്ചർ വന്നത്. എ ടു ഡി ആണ്, ഈ രൂപത്തിലാണ് വന്നത്, ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഏതാ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, ഇത് ടോട്ടലാണ് ഡിസ്റ്റൻസ് അല്ലേ. എത്ര വരും? ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയായിരുന്നു? ഇത് മുതൽ ഇതുവരെ ഇതിൻ്റെ ലെങ്ത്ത് πr ആയിരുന്നു അല്ലേ. ഇത് πr, ഇതും πr, ടോട്ടൽ πr, അതിൻ്റെ പകുതിയല്ലേ ഇത്. അപ്പോൾ ഇതെത്രയാണ് വരും? ഈ കഷ്ണം πr/2 വരും. അപ്പോൾ ഇവിടെ ഒരു πr വരുന്നുണ്ട്, പിന്നെ ഈ കഷ്ണം ഒരു πr/2 വരും. സോ πr പ്ലസ് πr/2, πr പ്ലസ് πr/2 വരും ഡിസ്റ്റൻസ് ഇങ്ങനെ വരും. ഇത് πr പിന്നെ πr/2 ആ രൂപത്തിൽ വരും. അപ്പോൾ ഇതെത്ര വരും? 2πr, അപ്പോൾ ഇത് 3πr/2 വരും. ചെയ്ത് നോക്കിയാൽ 3πr/2 വരും, ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഈ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെൻറ്റോ? ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെയാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ നമുക്കതൊന്നും വേണ്ട. ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ ആകെ വേണ്ടത് ഇത് ഇനീഷ്യൽ പോയിൻറ്റ്, ഇത് ഫൈനൽ പോയിൻറ്റ്. ഇനീഷ്യൽ പോയിൻ്റിൽ നിന്ന് ഫൈനൽ പോയിൻറ്റിലേക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അപ്പോൾ നേരിട്ട് വരയ്ക്കുക. ഇതാ ഇനീഷ്യൽ പോയിൻ്റിൽ നിന്ന് ഫൈനൽ പോയിൻറ്റിലേക്ക് നേരിട്ട് വരച്ചു. ഇതാണ് ഡിസ്പ്ലേ. ഇത് വന്നത് ഇങ്ങനെയാണ്, പക്ഷേ ഇതാണ് ഡിസ്പ്ലേ. ഇത് ടോട്ടലാണ് ഡിസ്റ്റൻസ്, പക്ഷേ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ എന്ത് വരും? നേരത്തെ ചെയ്ത പോലെ ഇത് 6 വരും, ഇത് 6 വരും. അപ്പോൾ ഇതെത്ര വരും? റൂട്ട് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, റൂട്ട് ഓഫ് r² പ്ലസ് r². ആൻസർ എത്രയായിരുന്നു? നേരത്തെ ചെയ്ത ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തതാണ് നമ്മൾ. റൂട്ട് ഓഫ് r² പ്ലസ് r², r√2 വരും. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് r√2 വരും, ഡിസ്റ്റൻസ് ഇങ്ങനെയും വരും, 3πr/2 വരും. ഇനി സപ്പോസ് വൺ മോർ ക്വസ്റ്റ്യൻ. സപ്പോസ് ഇറ്റ് കംപ്ലീറ്റ്സ് വൺ റെവല്യൂഷൻ. എന്ന് വെച്ചാൽ ഇത് തുടങ്ങിയിട്ട് തന്നെ തിരിച്ചെത്തി. അങ്ങനെയാണെങ്കിലോ എ എന്ന് തുടങ്ങി എയിലേക്ക് തന്നെ തിരിച്ചെത്തി എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിലോ ഡിസ്റ്റൻസ് എത്ര വരും? ഇത് ടോട്ടൽ വരും 2πr വരും, ഡിസ്റ്റൻസ് 2πr വരും ഫുള്ള്. ഡിസ്പ്ലേസ്മെൻറ്റോ? എയിലേക്ക് തന്നെ തിരിച്ചെത്തി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കിയാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ. An athlete completes 1 round of a circular track of radius r in 40 seconds. 40 സെക്കൻഡിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കും. 40 സെക്കൻഡിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കും. വാട്ട് വിൽ ബി ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 2 minutes 20 seconds? 2 minutes 20 seconds എന്ന് പറയുമ്പോൾ എത്ര വരും? 2 minutes എന്ന് പറയുമ്പോൾ എത്ര വരും? 120 seconds വരും. 1 minute 60 seconds, 2 minutes 120 seconds വരും. 120ഉം 20ഉം, അപ്പോൾ ഇത് ടോട്ടൽ 140 seconds വരും. 140 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 40 സെക്കൻഡിൽ ഒരു പ്രാവശ്യം കറങ്ങും, ഒരു 1 റൗണ്ട് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ കറങ്ങട്ടെ, അതായത് അത്ലറ്റ് 40 സെക്കൻഡിൽ ഒരു പ്രാവശ്യം കറങ്ങി 40 സെക്കൻഡായി. 40 സെക്കൻഡ് ഒരു പ്രാവശ്യം കറങ്ങി. അപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയില്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ? പിന്നെയും കറങ്ങട്ടെ, ഒരു പ്രാവശ്യം കൂടി കറങ്ങി, അപ്പോൾ 80 സെക്കൻഡായി. 40 സെക്കൻഡ് പിന്നെയും വന്നു, അപ്പോൾ 80 സെക്കൻഡായി. ഒരു പ്രാവശ്യം കൂടി കറങ്ങി, തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. പിന്നെ ഒരു പ്രാവശ്യം കൂടി കറങ്ങി 40 സെക്കൻഡ്, പിന്നെയും ഒരു പ്രാവശ്യം കൂടി കറങ്ങി
മൊത്തം 120 സെക്കൻഡായി. 40 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി, ഡിസ്പ്ലേസ്മെൻറ്റ് 0. വീണ്ടും 40 സെക്കൻഡ് കൊണ്ട് എത്തി, ഡിസ്പ്ലേസ്മെൻറ്റ് 0. വീണ്ടും 40 സെക്കൻഡ് കൊണ്ട് എത്തി, ഡിസ്പ്ലേസ്മെൻറ്റ് 0. ടോട്ടൽ 120. അപ്പോൾ 120 സെക്കൻഡിൽ എത്ര പ്രാവശ്യം കറങ്ങി? 3 പ്രാവശ്യം കറങ്ങി. പക്ഷേ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി, ഇനീഷ്യൽ പോയിന്റിൽ തന്നെ എത്തി. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ, ഇനി 120 സെക്കൻഡായി. നമ്മുടെ കയ്യിൽ എത്ര സെക്കൻഡാണ് ഉള്ളത്? 140 സെക്കൻഡാണ് ഉള്ളത്. അപ്പോൾ 120 സെക്കൻഡ് ആയി, ഇനിയുള്ളത് 20 സെക്കൻഡ്. അപ്പോൾ 20 സെക്കൻഡിൽ എന്ത് സംഭവിക്കും മക്കളെ? 20 സെക്കൻഡിൽ എന്ത് സംഭവിക്കും? 40 സെക്കൻഡ് കൊണ്ടാണ് ഒരു പ്രാവശ്യം കറങ്ങുന്നത്. അപ്പോൾ 20 സെക്കൻഡിലോ? 20 സെക്കൻഡിൽ ഒരു പ്രാവശ്യം കറങ്ങില്ല, പകരം അതിൻ്റെ നേർ പകുതിയാണ്. അപ്പോൾ പകുതി കറങ്ങും, ഇവിടെ എത്തും. അപ്പോൾ അഗെയിൻ 40 സെക്കൻഡ് കംപ്ലീറ്റ് ആയി, 40 സെക്കൻഡ് വീണ്ടും കംപ്ലീറ്റ് ആയി, 40 സെക്കൻഡ് വീണ്ടും കംപ്ലീറ്റ് ആയി. ഡിസ്പ്ലേസ്മെൻറ്റ് തുടങ്ങിയെടുത്ത് തന്നെ എത്തിയോണ്ട് 0 ആണ്. അപ്പോൾ 120 സെക്കൻഡിൽ 0 ആണ്. നമ്മുടെ കയ്യിൽ 140 സെക്കൻഡ് ഉണ്ട്, 20 സെക്കൻഡ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ 20 സെക്കൻഡിൽ പക്ഷേ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആവാൻ പറ്റില്ല, പക്ഷേ 40ൻ്റെ പകുതി ആയതുകൊണ്ട് പകുതി കറങ്ങും, ഇവിടെ എത്തി. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചത് അല്ലേ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ഇത് ഇനീഷ്യൽ പോയിൻറ്റ്, ഫൈനൽ പോയിൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതായിരിക്കും, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ 2r വരിക, ഡിസ്പ്ലേസ്മെൻറ്റ് വരിക, ഡയമീറ്റർ ആണ്. അപ്പോൾ 2r കിട്ടുക. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യനിൽ ഡിസ്റ്റൻസ് ചോദിക്കുകയായിരുന്നെങ്കിലോ? ഡിസ്റ്റൻസാണ് ചോദിക്കുന്നെങ്കിലോ എത്ര വരും? ഇതാ ഒരു പ്രാവശ്യം കറങ്ങി. ഡിസ്റ്റൻസ് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിസ്റ്റൻസ് പറയുമ്പോൾ എല്ലാം തമ്മിൽ ആഡ് ചെയ്യണം, എല്ലാം ആഡ് ചെയ്യണം, അല്ലാണ്ട് ലാസ്റ്റത്തെ മാത്രം നോക്കിയാൽ പോരാ, എല്ലാം ആഡ് ചെയ്യണം. 40 സെക്കൻഡ് ഒരു പ്രാവശ്യം കറങ്ങി, അപ്പോൾ 2πr. പിന്നെ 40 സെക്കൻഡ് ഒരു പ്രാവശ്യം കറങ്ങി, 2πr. പിന്നെ 40 സെക്കൻഡ് ഒരു പ്രാവശ്യം കറങ്ങി, 2πr. അപ്പോൾ 2πr 3 പ്രാവശ്യം കറങ്ങി, അപ്പോൾ 2πr + 2πr + 2πr. കഴിഞ്ഞോ? ഇല്ല. പിന്നെ 20 സെക്കൻഡിൽ എന്ത് സംഭവിച്ചു? പകുതി കറങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട്, പകുതി, 2πrൻ്റെ പകുതി, ഇത് πr. അപ്പോൾ 2πr + 2πr + 2πr + πr അങ്ങനെ വരും. 2πr + 2πr + 2πr + πr ആ രൂപത്തിൽ വരും. ടോട്ടൽ 7πr വരും, 7πr. അപ്പോൾ 7πr ആണ് ഡിസ്റ്റൻസ്, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് വെറും 2r ആണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് സ്പീഡ് ആൻഡ് വെലോസിറ്റി. ഇത് പറയുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ഇതൊരു ക്യൂബാണ്, ക്യൂബ് ഓഫ് ഈച്ച് സൈഡ് എ. ഇതിൻ്റെ ഓരോ സൈഡും എ ആണ്, ഈച്ച് സൈഡ് എ. ഓക്കെ, ഒരു ഒബ്ജക്റ്റ്, ഈ പോയിന്റ് ഞാൻ എ എന്നെടുത്തു, ഈ പോയിന്റ് ബി എടുത്തു, ഈ പോയിന്റ് സി എടുത്തു, ഈ പോയിന്റ് ഡി എടുത്തു. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ആദ്യം ബിയിലേക്ക് പോയി, പിന്നെ സിയിലേക്ക് പോയി, പിന്നെ ഡിയിലേക്ക് പോയി. അപ്പം മൂവ് ചെയ്തത് ABCD പാത്തിലാണ്. ഇങ്ങനെയാണ് പോയത്, BCD പാത്തിലേക്ക് ഇങ്ങനെ പോയി, ABCD എന്നുള്ള പാത്തിലേക്ക് പോയി. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് എ ആണ്, ഫൈനൽ പോയിന്റ് ഡി ആണ്. ഡിസ്റ്റൻസ് കാണാൻ എളുപ്പമാണല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ പാത്ത് ലെങ്ത് അല്ല, ഇതൊക്കെ എ അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ A + A 3a ഡിസ്റ്റൻസ്, ഈ പാത്തിൻ്റെ ലെങ്ത്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഇനീഷ്യൽ പോയിൻ്റ് ആണ്, ഇത് ഫൈനൽ പോയിൻ്റ് ആണ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനീഷ്യൽ പോയിൻ്റ്, ഫൈനൽ പോയിൻ്റ്. ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെ ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലേ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. ഓക്കെ, ആ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണും നോക്കൂ. നിങ്ങൾ ഈ ക്യൂബിൻ്റെ ഈ ഏറ്റവും താഴെയുള്ള ഭാഗം ഇങ്ങനെ നോക്കും. ക്യൂബിൻ്റെ ഈ താഴെയുള്ള ഭാഗം ഇതാണ് ഈ സംഭവം.
ഇതാ ഈ ബുക്ക് പോലെ ഏറ്റവും താഴ്ഭാഗം, താഴെയുള്ള ഭാഗം മാത്രം വിചാരിക്കും. ഓക്കെ, അതിൽ ഇതാ ഈ സൈഡ് എ, ഈ സൈഡ് എ, ഈ സൈഡ് എ, ഇങ്ങനെയുള്ള എ, ഇത് എ, ഇത് എ. ബോർഡിൽ വരച്ചുകൊണ്ട് ഇങ്ങനെയാണ്. ക്യൂബിൻ്റെ അടിഭാഗം നോക്കും, ഒരു ബോക്സിൻ്റെ അടിഭാഗം. ഇത് എ വരും, ഇതും എ വരും. അപ്പോൾ എ എ ബോത്ത് ആർ പെർപെൻഡിക്കുലർ. ഇവിടെ എ, ഇവിടെ എ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്ത് വരും? ഇത് എയും ഇത് എയും ആണെങ്കിൽ, ഇവിടെ എ ഇവിടെ എ ആണെങ്കിൽ, ഈ കോർണർ മുതൽ ഈ കോർണർ വരെ അല്ലേ, ഇങ്ങനെയുള്ള സംഭവം എ എ ഇങ്ങനെയാണുള്ളത്. ശരിക്കും ഇങ്ങനെയാണുള്ളത്, എയും എയും. ഈ സൈഡ് ഇങ്ങനെ എ എ, ഈ സൈഡ് ഇതാണ് ഇത് വരിക. ആലോചിച്ച് നോക്കും, ഒരു ക്യൂബിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കും. അപ്പോൾ ഇത് എന്ത് വരും? √(a² + a². √(a² + a² വരും. അപ്പോൾ ഈ സൈഡ് a√2 എന്ന് കിട്ടും. ഈ സൈഡ് a√2 എന്ന് കിട്ടും. അപ്പോൾ ഇത് a√2 ആണേ. ഓക്കെ, അപ്പോൾ ഈ സൈഡ് a√2. ഇനിയോ, ഇനി നമ്മൾ ക്യൂബിൻ്റെ താഴ്ഭാഗം, ക്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് അല്ലേ, അപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഇങ്ങനെ, ഏറ്റവും അടിഭാഗം ഇങ്ങനെ. ഒരു ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു ഇങ്ങനെ വരും, ഇതെല്ലാം കൂടി ഇങ്ങനെ ബോക്സിൻ്റെ ഈ ഭാഗം വരും, പിന്നെ ഇവിടെ ഒരു ഭാഗം വരും, ഇവിടെ വരും അല്ലേ, ക്യൂബ് ഇങ്ങനെ ഇങ്ങനെ, ഒരു ഭാഗം ഇങ്ങനെ, ഒരു ഭാഗം ഇവിടെ, പിന്നെ ഇവിടെ അടക്കും, ബാക്കിൽ അടക്കും, എല്ലാം കൂടി ഒരു പെട്ടി വിചാരിക്കുക. അപ്പോൾ ക്യൂബിൻ്റെ ഈ ഭാഗം ഇങ്ങനെ വന്നു. ഈ സൈഡ് ഇതിൽ നമ്മൾ കണ്ടത് ഇത് എ, ഇത് എ. അപ്പോൾ ഈ കോർണർ ടു കോർണറാണ് കണ്ടത്, അതാണ് a√2. പിന്നെ ക്യൂബിൻ്റെ ഈ സൈഡ് ഇങ്ങനെ വന്നു. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? എയും. അപ്പോൾ ഇങ്ങനെ ഒരു കോർണർ ടു കോർണർ ഒരു a√2 ഉണ്ട്. ഈ കോർണർ ടു കോർണർ a√2 ഇങ്ങനെ ഉണ്ട്. എ ഇത് a√2 ഇങ്ങനെ ഉണ്ട്, കോർണർ ടു കോർണർ. പിന്നെ ഈ a√2 കൂടാതെ ഇവിടെ ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആക്കി നോക്കി. a√2 ഇങ്ങനെയാണ് ഉള്ളതെങ്കിലും ഈ ബുക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഈ a√2 എയും പെർപെൻഡിക്കുലർ ആയിരിക്കും. നമ്മൾ നോക്കൂ, ക്യൂബ് വരച്ചിട്ട് അന്ന് ആലോചിച്ച് നോക്കൂ. ഈ a√2 ഈ എയും പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും? ഇത് വരിക ഇത് a√2 അത് എ വരുമ്പോൾ ഇത് വരെ √(a√2² + a² ആണ്. ഒരു സൈഡ് a√2, മറ്റേ സൈഡ് എയും, ഈ സൈഡ് എയും. അപ്പോൾ ഇത് വരെ √(a√2² + a². അതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ എന്ത് വരും? √(a√2² എത്ര വരും? 2a² വരും. √2a² വരും + a². അപ്പോൾ √(3a² വരും. √(3a². അപ്പോൾ ഇത് √3a എന്ന് കിട്ടും. √3a ഇതായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്. √3a കിട്ടും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഇപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഇത് വെച്ചുകൊണ്ട് അഡീഷണൽ ആയിട്ട് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. സ്പീഡ് ആൻഡ് വെലോസിറ്റി ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം.